ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം, മാനുവൽ വാഹനം എത്ര സ്പീഡ് മൈനസ് ആകുമ്പോഴാണ് അതിൻ്റെ ഇഞ്ചൻ വൈബ്രേഷനായിട്ട് അത് ഓഫാവുന്നത്. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായി കേട്ട കൺഫ്യൂഷൻ ഒരു ക്വസ്റ്റ്യനാണ്, സാറേ വണ്ടി നിർത്താൻ നേരത്തെ ആദ്യമേ നമ്മൾ ക്ലച്ച് ചവിട്ടണോ അതോ ബ്രേക്ക് ചവിട്ടണോ? ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഉത്തരത്തിനായി പോകേണ്ട കാര്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, മാനുവൽ വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ സ്പീഡ് ഇഞ്ചൻ എപ്പോഴാണ് ഓഫാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏതൊരു വാഹനം, നോർമലായിട്ടൊരു വാഹനം, അത് മാനുവൽ വാഹനം എപ്പോഴാണ് നിൽക്കുന്നത്? ഒരു 20-25 സ്പീഡിൽ താഴെ, ഇപ്പോൾ 50 മൈൽ സ്പീഡ് ഓടുന്നു, 60 മൈൽ സ്പീഡിൽ ഓടുന്നു, ആ വണ്ടി ബ്രേക്ക് ഒന്ന് ചവിട്ടിയെന്ന് പറഞ്ഞ് ഇഞ്ചൻ ഓഫ് ആകത്തില്ല. അപ്പം അതിനെ ബേസ് ചെയ്ത് നിൽക്കുകയാണ് ആദ്യമേ ക്ലച്ച് ചവിട്ടണോ അതോ ബ്രേക്ക് ചവിട്ടണോ? നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു വാഹനം ഇഞ്ചൻ ഓഫ് ആവുന്നത് അല്ലെങ്കിൽ ഇഞ്ചന് വൈബ്രേഷൻ ഉണ്ടാവുന്നത് 20-25 സ്പീഡിന് താഴെ വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തോ രണ്ടാമത്തോ ഗിയറിലാണ് ഓടിക്കുന്നെങ്കിൽ ആദ്യമേ ക്ലച്ച് ചവിട്ടി പിന്നെ ബ്രേക്ക് ചവിട്ടി നിർത്തുക. എന്നാൽ വണ്ടി നല്ല സ്പീഡിലാണ് ഓടുന്നത്, ഒരു 30, 40, 60, 70, 100, 120 ആ സ്പീഡിലാണ് വാഹനം ഓടുന്നെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യണം? ബ്രേക്ക് ചവിട്ടണം, അല്ലെ വണ്ടി സ്കിറ്റാവും. അപ്പോൾ ഇത് മനസ്സിലാക്കുക, സ്പീഡിൽ ഓടുന്ന വണ്ടി സ്കിറ്റാവാതിരിക്കാൻ ആദ്യമേ ബ്രേക്ക് ചവിട്ടി അതിനെ സ്ലോ ആക്കുക. അതിനുശേഷം സ്പീഡ് താഴെ വരുമ്പോൾ മൈനസ് ആകുമ്പോൾ ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തുക. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമേ എന്ത് ചവിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തോ രണ്ടാമത്തോ ഗിയറിലാണ് നിങ്ങൾ ഓടിക്കുന്നെങ്കിൽ വണ്ടി നിർത്തുമ്പോൾ ആദ്യമേ ക്ലച്ച് ചവിട്ടിയാട്ട്. എന്നാൽ സ്പീഡിലാണ് ഓടിക്കുന്നെങ്കിൽ, 6-മത്തോ 7-മത്തോ 5-മത്തോ ഗിയറിലാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ബ്രേക്ക് ചവിട്ടി വണ്ടിയെ സ്ലോ ആക്കിയതിന് ശേഷം ക്ലച്ച് ചവിട്ടി വണ്ടിയെ നിർത്തുക. ഓക്കെ, താങ്ക് യു.